ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ബജീസ് ആണ് ഞാൻ റെഡിയാക്കുന്നത്. അതും തട്ടുകട സ്റ്റൈലിൽ ബജീസ് റെഡിയാക്കാൻ പോവുകയാണ്. 5 തരം ബജീസ് ആണ് ഇന്ന് റെഡിയാക്കുന്നത്. നിങ്ങളിത് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കിയാലോ. ആദ്യം നമുക്ക് ബജിക്ക് ആവശ്യത്തിനുള്ള മാവ് റെഡിയാക്കാം. മാവിനായിട്ട് 2 കപ്പ് കടലമാവാണ്. ഏകദേശം 450 ഗ്രാം അളവിലുള്ള കടലമാവാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അതുപോലുള്ള ഏത് നൈസായിട്ടുള്ള അരിപ്പൊടി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1/4 ടേബിൾ സ്പൂണിൽ കുറച്ചുകൂടെ കൂടുതൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ 2-3 നുള്ള ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് കായമാണ്. ഇവിടെ ഞാൻ 1/2 ടേബിൾ സ്പൂണിനടുത്തുള്ള കായം കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അവസാനമായിട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ, 1/4 ടേബിൾ സ്പൂണിനടുത്തുള്ള ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തട്ടുകട സ്റ്റൈലിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നത് നമ്മുടെ ബജി. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത്. നമ്മുടെ മാവ് പെർഫെക്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളിപ്പോൾ നമ്മുടെ വിരലോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും ഒന്ന് ഇട്ട് നോക്കുമ്പം, മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കുമ്പം അത് നമ്മുടെ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ ഞാൻ വിരലിട്ടപ്പോൾ നന്നായിട്ട് എൻ്റെ വിരലിലത് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മാവ് പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് ആ മാവ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ 5 തരം ബജീസ് ആണല്ലോ റെഡിയാക്കുന്നത്. അതിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഞവര ഇല അല്ലെങ്കിൽ പനിക്കൂർക്കിൻ്റെ ഇല എന്നറിയപ്പെടും, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം മുട്ടയാണ്. മുട്ട 5 എണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ 10 ബജി മുളകാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എളുപ്പം വെണ്ടയ്ക്ക തന്നെ എടുക്കണം. മൂത്താണെങ്കിൽ ടേസ്റ്റ് കാണത്തില്ല നമ്മുടെ ബജിക്ക്. അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പകുതിയോളം ഒന്ന് നടുക്കൂടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. പകുതി ഭാഗത്തേക്കിന് കീറിയാൽ മതി, മൊത്തത്തിൽ കീറി പോരുത്. പിന്നെ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഏറ്റവും നൈസായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ നമുക്കൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ഒന്ന് ഹാഫ് കുക്കാക്കി എടുക്കണം. അധികം വെന്ത് പോകണ്ട. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ബജി മുളകും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ബജി മുളകിന് നല്ല എരിവുള്ളതും കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എരിവ് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തെ സീഡ്സ് ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അതിൻ്റെ വെയിൻസിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആ സീഡ്സ് മൊത്തം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. മൊത്തം അതുപോലെ ഞാനിത് കളഞ്ഞെടുത്തിട്ടുണ്ട്. സീഡ്സ് മൊത്തം കളഞ്ഞതിന് ശേഷം ഇതുപോലെ തിളച്ച വെള്ളത്തിലേക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. 2-3 മിനിറ്റ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം നമുക്ക് നന്നായിട്ട് അതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഒട്ടും വെള്ളമായി ഉണ്ടാക്കരുത്. ഇനി എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂണിനടുത്തുള്ള എണ്ണ എടുത്തിട്ട് ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഈ മാവിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഓരോ ബജികളായിട്ട് റെഡിയാക്കാം. ഇവിടെ ഞാൻ ഇന്ന് ആദ്യം റെഡിയാക്കുന്നത് മുട്ട ബജിയാണ്. മുട്ട ഞാൻ ഇവിടെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മുട്ട ബജി റെഡിയാക്കാനായിട്ട് നന്നായിട്ട് മാവിലേക്ക് മുക്കിയെടുക്കുക. മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം എണ്ണയിലിട്ട് നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. എപ്പോഴും നമ്മളിപ്പം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ട് വറുത്ത് കോരുന്നത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തായിരിക്കണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. 2 മുതൽ 3 മിനിറ്റിനുള്ളിൽ നമ്മുടെ മുട്ട ബജി റെഡിയായി കിട്ടും. മുട്ട ഓൾറെഡി നമ്മുടെ പുഴുങ്ങിയതാണല്ലോ. ഇനി അടുത്തത് ചെയ്യുന്നത് മുളകാണ്. മുളകിൻ്റെ ഈ ഞെടുപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഞെടുപ്പിൽ പിടിച്ച് നമുക്ക് എണ്ണയിലോട്ട് ഇടാനൊക്കെ നല്ലതായിരിക്കും. അതിനായിട്ട് ആദ്യം നന്നായിട്ട് മാവിൽ മുക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് എണ്ണയിലേക്ക് മുക്കി തന്നെ ഇടാൻ നമുക്ക് ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് എൻ്റെ ആദ്യം ഇട്ടത് ഒന്ന് വിട്ടു പോയിട്ടുണ്ട്. മുക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ മാവ് ഇതിൽ നിന്ന് വിട്ടു പോകത്തില്ല. അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ഈ പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം ഈ മണ്ടയ്ക്കത്തെ മാവ് ചിലപ്പം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബജി മുളകും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഞാൻ റെഡിയാക്കുന്നത് നമ്മുടെ പൊട്ടറ്റോ ബജിയാണ്. പൊട്ടറ്റോ ബജി ഈ പറഞ്ഞ പോലെ എല്ലാം നന്നായിട്ട് മാവിൽ മുക്കുക. അതിന് ശേഷം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. അത് പ്രത്യേകം നമ്മൾ ബേക്കിംഗ് സോഡ ഇടുമ്പോഴാണ് നമ്മളുടെ ആ മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നത്. ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തവർ മാത്രം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാതിരിക്കുക. വല്ലപ്പോഴും കഴിക്കുന്ന ആയം കൊണ്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത്.
ഇനി ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ബജി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നാലാമത്തെ ബജി റെഡിയാക്കുന്നത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയും നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ അറ്റഭാഗത്ത് പിടിച്ചിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഓൾറെഡി നമ്മൾ പൊട്ടറ്റോ ഒക്കെ നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് പൊട്ടറ്റോയും മുളകും എല്ലാം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഏകദേശം 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ബജ്ജീസ് എല്ലാം റെഡിയായി കിട്ടും. അപ്പം നമ്മുടെ വെണ്ടയ്ക്കയും പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇളം വെണ്ടയ്ക്ക തന്നെ നമ്മൾ എടുക്കണം. അവസാനമായിട്ട് ചെയ്യുന്നത് പനിക്കൂർക്കിൻ്റെ ഇലയാണ്. അത് നന്നായിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഞെടുപ്പ് ഭാഗം വെക്കുന്നത് നല്ലതാണ്. നമുക്ക് എണ്ണയിലോട്ട് മുക്കിയിടാൻ നല്ല എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പലതരം ബജ്ജീസ് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ 5 എണ്ണം ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിന് പകരം നമ്മുടെ കറിക്കായുണ്ട്, കായില്ലേ, പച്ചക്കായ, അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ, ഇതെല്ലാം വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ ബജ്ജീസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ അവസാനത്തെ ബജിയും റെഡി ആയിട്ടുണ്ട്. ബജ്ജീസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 5 തരം ബജ്ജീസും നല്ല തട്ടുകട സ്റ്റൈലിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മുളക് ബജി, മുട്ട ബജി, വെണ്ടയ്ക്ക, പൊട്ടറ്റോ, ഞവരയില എല്ലാം സൂപ്പറാണ്. നിങ്ങളിത് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ മറക്കരുത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റിൽ കൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.